ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 22:11 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. കഷ്ടമടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുത്, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാങ്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. വിവശയോടെ അലർന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഊട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ മുടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ മനസ്സ് ചെന്നെത്തുന്ന ഒരു അനുഭവം കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനഭാഗത്തെ 11-ാം വാക്യം തന്നെ പറയുന്നു, കഷ്ടമടുത്തിരിക്കുക എന്നെ വിട്ടകന്നിരിക്കരുത്, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ഒരു കഷ്ടതയുടെ കാലമാണ് ഇനി വരാനിരിക്കുന്ന കാലം. അതെന്തുമാകാം, എങ്ങനെയുമാകാം. ഒരു സംഭവം മാത്രമായിരിക്കില്ല, ഒരു പ്രയാസം മാത്രമായിരിക്കില്ല, ഒരു പ്രശ്നം മാത്രമായിരിക്കില്ല. പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏറുന്നൊരു സമയമാണ് ഇനിയും വരുന്നത്. എല്ലാ വിധത്തിൽ നോക്കിയാലും കഷ്ടം അടുത്തിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ സഹായിപ്പാൻ ആരുമില്ല, മറ്റാരുമില്ലല്ലോ എന്നാണ് പറഞ്ഞ് ഈ സാഹചര്യത്തിലും സഹായിക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും ദൈവമക്കളെ കർത്താവിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് തക്ക സമയത്ത് പോറ്റി പുലർത്തുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. ഏത് മഹാകഷ്ടത വരുമ്പോഴും കഷ്ടകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമല്ലോ എന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ട് മാറത്തില്ല. ആമേൻ. രാപ്പകൽ ദൈവത്തെ ധ്യാനിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും വരാതിരിക്കട്ടെ. വരാനിരിക്കുന്ന മഹാകഷ്ടത എത്രയോ വലുത്. ലോകത്ത് വരാനിരിക്കുന്ന ഏറ്റവും വലിയ കഷ്ടതകൾ, പലവിധത്തിലുള്ള കഷ്ടതകൾ, മനുഷ്യർക്ക് സ്വൈര്യം കിട്ടുപോകുന്നൊരവസ്ഥ, ശരീരത്തിൻ്റെ ക്ഷീണാവസ്ഥ കൂടുന്നത്, മനസ്സിൻ്റെ ഭാരം വർദ്ധിക്കുന്നതുമായ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടത്തും പൊട്ടിപ്പുറപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, താങ്ങായി തണലായി ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കൂടെ നിൽക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഈ തലമുറ ഇതൊക്കെ കാണുമെന്ന് വചനത്തിൽ നമ്മളെ കേൾപ്പിക്കുന്നത് കൊണ്ട് വരാനിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ദൈവമക്കളെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അത് കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ശേഷിക്കുന്നവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ദൈവത്തിന് സ്തോത്രം. അതെ, കൃപ കണ്ടെത്തുന്നത് ശേഷിക്കുന്നവരെ കുറച്ച് പേരാ. സഹിക്കുക, അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. എന്ത് പ്രയാസങ്ങളാണെങ്കിലും ഒന്നും മാത്രം ഓർക്കുക, നമ്മളെ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് യേശു കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അടുക്ക വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന്. ഇത്ര മാത്രം നമ്മളെ കരുതുന്ന, സ്നേഹിക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന ദേവഗണങ്ങളിൽ അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ, സ്തോത്രം. കഷ്ടം അടുത്തിരിക്കുന്നു എന്നുള്ളൊരു വചനം പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഇതിനകത്തു നിന്ന് രക്ഷപ്പെടാൻ കർത്താവിൽ ആശ്രയിക്കുന്ന മക്കളെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയല്ലാതെ ഈ വ്യാധി മാറത്തില്ല എന്നുള്ളത് സത്യം. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിൽ നിന്നും നമുക്കൊരു രക്ഷ കണ്ടെത്തുവാൻ പ്രാർത്ഥിക്കാം. അതല്ലേ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞത്. അമ്മേ, സുഖമായിട്ട് എല്ലാ വിധത്തിലും ഒന്നിനൊരു കുറവില്ലാതെ പോകുന്നതാണ് അനുഗ്രഹം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പൂർവ്വപിതാക്കന്മാരോ അപ്പോസ്തലന്മാരൊക്കെ വിളി കേട്ടിറങ്ങിയവരല്ലേ. സ്തോത്രം. അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളും വേദനകളൊക്കെ എത്രയായിരുന്നു. എന്നിട്ടും ഭയഭക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും കർത്താവിനെ ആരാധിച്ചും പോകുന്നിടത്ത് ആരാധന മധ്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കല്ലേ. അപ്പോൾ നമുക്ക് ആരാധനയ്ക്ക് മുടക്കമില്ലാതെ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽപ്പാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ,
കഷ്ടമടുത്തിരിക്കിയാൽ അടിയങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വരുവാനിരിക്കുന്ന കഷ്ടതകളുടെ ഏറ്റവും അടുത്ത് വരുമ്പോൾ പിതാവേ, ആ വിരിച്ച ചിറകിൻ മറവിൽ ആശ്രയിക്കുന്ന മക്കൾ രക്ഷ പ്രാപിച്ചുകൊണ്ട് യഹോവ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകുമല്ലോ. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നല്ലവൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ ആരാധിപ്പാൻ ഇടയാക്കണമേ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവെ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന മഹാകഷ്ടതയ്ക്ക് നടുവിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നല്ലൊരു സാക്ഷിയെ തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സഹായിക്കണമേ. ആത്മാവിൽ വിശ്വാസത്തോടെ തിരുവചനത്തെ ശ്രവിച്ച എല്ലാവരെയും കർത്താവെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വിശ്വസിക്കുന്ന മക്കളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഏത് മഹാകഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും കൈവിടാത്തവനായ ദൈവം കൂടെ നടക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, സാക്ഷ്യം പറയുവാൻ എല്ലാവരെയും ഒരുക്കണേ അപ്പ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേ, സ്തോത്രം.